അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, അള്ളാന്റെ റസൂലിന്റെ പേരിൽ എന്തൊക്കെ പേക്കൂത്തുകളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ പേരും പറഞ്ഞ് റോഡ് ബ്ലോക്കാക്കിയും ജനങ്ങളെ വെറുപ്പിച്ചും ഇസ്ലാമിനെ പറയിപ്പിക്കാൻ ഒരുപറ്റം ആളുകൾ ഇറങ്ങിത്തിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു വരുന്നത് നബിദിനാഘോഷവുമായി ബന്ധപ്പെട്ടാണ്. യഥാർത്ഥത്തിൽ ഈ നബിദിനാഘോഷവുമായി ബന്ധപ്പെട്ട് ഇസ്ലാമിൽ എന്തെങ്കിലും തെളിവുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു തെളിവുമില്ല എന്ന് തന്നെയാണ് യാഥാർത്ഥ്യം. അത് സ്ഥാപിക്കാൻ വേണ്ടി പല മുസ്ലിയാക്കന്മാരും ഖുർആൻ ആയത്തുകളും ദുർവ്യാഖ്യാനം ചെയ്ത് പറയുന്നത് കാണാം. ഈ തൊട്ടടുത്ത് കഴിഞ്ഞ മുഖാമുഖം വരെ നിങ്ങൾ കണ്ട ആളുകൾക്ക് മനസ്സിലാകും. ഒരുപാട് അവര് ഉരുണ്ടു നോക്കുന്നുണ്ട് ഒരു തെളിവും കിട്ടുമോ എന്ന്. പക്ഷെ ഒരു തെളിവും ഇല്ലാതെ അതിൽ നിന്നും പരാജയപ്പെട്ട് അവർ പോവുകയാണ് ഉണ്ടായിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ഒരു വിശ്വാസം മനസ്സിലാക്കേണ്ടത് റസൂലിനെ സ്നേഹിക്കാൻ ഒരു ദിവസം വേണമെന്നില്ല. എല്ലാ ദിവസവും അള്ളാന്റെ റസൂലിനെ സ്നേഹിച്ചുകൊണ്ടിരിക്കണം എന്നാണ്. റസൂലിനെ എങ്ങനെ സ്നേഹിക്കണം എന്ന് ചോദിച്ചാൽ സ്വന്തം ദേഹത്തേക്കാൾ, സ്വന്തം ഉമ്മയേക്കാൾ, ഉപ്പയേക്കാൾ, സന്താനങ്ങളെക്കാൾ, അവരെക്കാൾ എല്ലാം എന്നാണ് റസൂലിനെ സ്നേഹിക്കുന്നത്, അന്നാണ് ഒരാൾ മുഅ്മിനാകുക എന്നതാണ്. ഇസ്ലാമിലെ 4 ഖലീഫമാർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു, ഇവരൊക്കെ റസൂലിനെ അങ്ങേയറ്റം സ്നേഹിച്ചിരുന്നു. എന്നാൽ ഒരിക്കൽ പോലും ഇവർ ജന്മദിനം ആഘോഷിച്ചിട്ടില്ല റസൂലിന്റെ. ഇവരൊന്നും ആഘോഷിക്കാത്ത ആഘോഷം നമുക്ക് എന്തിനാണ് നമ്മൾ ആഘോഷിക്കുന്നത്? എന്തിനാണ് ഇസ്ലാമിനെ നമ്മൾ എന്തിനാണ് പറയിപ്പിക്കുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഒരു ഹദീസ് ഉണ്ട്, മൻ അഹ്ദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ ലഹു ഫഹുവ റദ്ദ്. റസൂലുള്ളാഹിന്റെ കൽപ്പനയിൽപ്പെടാത്ത വല്ല കാര്യങ്ങളും ആരെങ്കിലും പുതിയതായി ഇസ്ലാമിൽ വല്ലതും കൊണ്ടുവന്നാൽ അത് തള്ളപ്പെടേണ്ടതാണ്. സാക്ഷാൽ പേരോട് അബ്ദുറഹ്മാൻ സക്കാഫി വരെ ഇത് പറയുന്നുണ്ട്. അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു ഹദീസ് ഉണ്ട്. അദ്ദേഹം പറയാണ്, കുല്ലു ബിദ്അത്തിൻ ളലാല വകുല്ലു ളലാലത്തിൻ ഫിനാർ. എല്ലാ പുത്തനാചാരവും വഴികേടാണ്, എല്ലാ വഴികേടും നരകത്തിലേക്കാണ്. അതുകൊണ്ട് നബിദിനം ആഘോഷിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, ഇത് നിങ്ങൾ വലിയ പുണ്യം പ്രതീക്ഷിച്ച് ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും. ഒരു പുണ്യം ഇതിന് ലഭിക്കില്ല എന്നത് മാത്രമല്ല, അതിൽ നിങ്ങൾക്ക് കുറ്റവും കിട്ടും. അതുകൊണ്ട് യഥാർത്ഥമായ ഹക്ക്, സത്യം നിങ്ങൾ മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ. ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.